സുഖം തന്നെയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ വേറെന്തൊക്കെയുണ്ട്? പിന്നെ ഇന്ന് ഒരുപാട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല അല്ലേ? ഒരു സത്യമല്ല. എനിക്ക് പറയാനുള്ളത്, ഈ കല്യാണം എന്ന് പറയുന്നത് അത്രയും അർജൻറ്റുള്ള കാര്യമാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കല്യാണം. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല. ഇത്രയും പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. എന്തിലും ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ആൺകുട്ടികൾ കല്യാണം കഴിക്കാതെ നിൽക്കുക, അതാണ് നല്ലത്. പിന്നെ അതായത് ഒരു കല്യാണത്തിനാണെങ്കിൽ ഒരുപാട് ആർഭാട ചിലവ് എന്ന് വെച്ചാൽ വേണ്ടാത്ത ചിലവ്, വേണ്ടിയ ചിലവില്ല. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ അവർക്കൊരു ജോലി ഉണ്ടാവും, പിന്നെ ഏകദേശം തിരക്കേടില്ലാത്ത പൈസ ഉണ്ടാവും. അപ്പോൾ അവരുടെ പൈസ തേച്ചെടിയാണ് പോകുന്നത്, ഈ കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കും. ഉള്ളവനെ പ്രശ്നമല്ല പറഞ്ഞത്, ഇല്ലാത്തവരുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്രയും പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് കൊടുക്കുന്നത്? ജീവിതത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാണത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ നിർബന്ധമെന്ന്? ഇല്ല, സുന്നത്താണ്. പക്ഷേ നല്ല കാര്യമാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളതാണ്, ഒരുപാട് സാധനങ്ങളെല്ലാം കൊടുത്ത് പിന്നെ അതിനൊരു ഗ്യാരണ്ടി ഉണ്ടാ, എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാ? ഒരു വ്യക്തി എവിടുന്നോ വരുന്നോ ഏതോ ഒരു വ്യക്തിക്ക് ഇത്രയും സാധനങ്ങൾ എന്തിനാണ് കൊണ്ടുകൊടുക്കുന്നത്? കല്യാണം കഴിച്ചെങ്കിൽ പക്ഷേങ്കിൽ ഇത്രയും സാധനമൊന്നും കൊടുക്കണ്ട. കാരണം അതിൻ്റെ ആവശ്യമില്ല. അത് അവരെ നമുക്ക് എന്താ ഏതാ എന്തെന്നാ എങ്ങനെയാ എന്ന് പോലും അറിയില്ല അല്ലേ? അങ്ങനത്തെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുന്നതാണ്. അപ്പം ചിലപ്പോൾ അത് യോജിച്ചു പോവുക, അല്ല യോജിക്കാതെ പോവുക, ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളത് അവസ്ഥകൾ. അപ്പം രണ്ട് വ്യക്തികളുടെ സ്വഭാവം രീതി യോജിച്ച് വരണ്ടേ? അപ്പം ഇതിങ്ങനെ നമ്മളെ പൈസ ഉണ്ട്, നമ്മൾ വലിയ ആൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണത്. ഇത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം നമ്മളൊരു ഒതുങ്ങിയതിൽ ജീവിക്കുക. കാരണം ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു പാക്കറ്റ് മുട്ടായി കൊടുക്കുക, കൊടുത്തോ, ഇഷ്ടം പോലെ കൊടുത്തോ, ഉള്ളവരിഷ്ടം പോലെ കൊടുത്തോ. അത് കല്യാണം കഴിഞ്ഞ് നമ്മളെ സേഫ്റ്റിക്കായി നമ്മളെ പേഴ്സണലായി കൊടുക്കുക. പബ്ലിക്കായിട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? എനിക്ക് ചോദിക്കാനുള്ള, പബ്ലിക്കായിട്ട് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. എന്താവശ്യത്തിനാണ്? നമ്മളത് കുറേ ഉണ്ട്, നമ്മൾ കൊടുത്തു, പ്രശ്നമില്ല. നമ്മൾ ഇല്ലാത്തവർക്കൊന്നും കൊടുക്കണ്ട. അനാദിയായ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊന്നും കൊടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ എത്ര ഫലസ്തീനിലുള്ള എത്ര കുട്ടികൾ ഭക്ഷണം ഇല്ലാതെ വിഷമിച്ച് കഴിയുന്നു. അതൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്തോ, പ്രശ്നമില്ല. പക്ഷെ അത് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ ആവാസാക്കൽ അത് മോശമാണ്. എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ.